ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ നടന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. എൻ്റെ പൊന്നോ, ഒരു തുള്ളി ഇരുന്നിട്ടില്ല, ഓട്ടമായിരുന്നേ. ഞങ്ങൾ രാവിലെ തന്നെ ഇക്കാക്ക് കുറച്ച് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ലാബിലോട്ടാണ് പോയത്. അവിടുന്ന് നേരെ ഞങ്ങൾ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ചെറുക്കനാണെങ്കിൽ ഫേസ് മസാജ് ചെയ്തപ്പോഴത്തേക്കും ഇക്ക അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം കാടും പടലും ഒക്കെ വെട്ടിയിറക്കി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു ബേക്കറിയിലോട്ടാണ്. ഇപ്പം തന്നെ ഏകദേശം ഒരു 12:30 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അവിടുന്ന് ജ്യൂസും പഫ്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഗേറ്റിന് കമ്പി വെക്കാനുണ്ടായിരുന്നു, അത് മേടിച്ച്, പിന്നെ കുറച്ച് വീട്ടിലോട്ടുള്ള സാധനം മേടിക്കാനുണ്ടായിരുന്നു, അതും മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു 3 മണി ഒക്കെ ആയപ്പോഴത്തേക്കും ക്ലിനിക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു നിൽക്കാനെ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ക്ലിനിക്കില്ല. പിന്നെ ഞങ്ങൾ നേരെ ജില്ലാശുപത്രിയിലോട്ട് പോയി. ജില്ലാശുപത്രിയിൽ ചെന്നപ്പോൾ തന്നെ ഇക്ക ഏകദേശം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം അല്ല, ഏറെക്കുറെ ഡൗൺ ആയി. അങ്ങനെ അവിടുന്ന് ട്രിപ്പും ഇഞ്ചക്ഷനും ഒക്കെ കയറ്റി കുറേ നേരം, ഒരു 10:30 ആയി ഞങ്ങൾ അവിടുന്ന് പിരിവാടാകുമ്പോഴത്തേക്കും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇക്കാനെയും കൊണ്ട് ഇങ്ങനെ പോയി കുറേ നേരം കിടക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഷമീറിക്കയും ഷംനാത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. അങ്ങനെ 10:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മരുന്നൊക്കെ മേടിച്ചുകൊണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിൽ പോട്ടെ. ഓക്കെ, ബൈ.